ഒരുപാട് പേരുടെ വിശ്വസ്തമായിരുന്ന എക്സ്ചേഞ്ച് ആയിരുന്ന ബൈനാൻസ് എന്ന് പറയുന്ന ഭീമൻ അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ബാൻ ആയിരിക്കുകയാണ്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്കിനി ഇത് ലഭ്യമാവുകയില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ബൈനാൻസ്, പൊക്കോയിൻ എന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ വിദേശ എക്സ്ചേഞ്ചുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ബാൻ ആയിരിക്കുകയാണ്. കാരണം ബാൻ അടിച്ചിരിക്കും. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് ബൈനാൻസ് അടിച്ച് പഴയ ആളുകൾക്ക്, പഴയ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ പുതുതായിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ ഇത് ചെയ്യണമെങ്കിലോ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിലോ ഒന്നും പറ്റില്ല. കാരണം ഇതുപോലത്തെ എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഇത് ബൈനാൻസ് അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പേ നമുക്കിത് മൊത്തത്തിൽ നമ്മുടെ ക്യാഷ് ഒക്കെ പോകുന്നതിന് മുമ്പേ, നമ്മുടെ ക്രിപ്റ്റോ ഇതൊക്കെ പോകുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് എന്ന് പറയുന്ന അതുപോലത്തെ സംഗതികളിലേക്ക് നമ്മൾ നമ്മുടെ ഇതുപോലത്തുള്ള ക്രിപ്റ്റോയെ നമ്മൾ മാറ്റിവെക്കുക. USDT ആയാലും ഏതായാലും നമ്മൾ അതിലേക്ക് മാറ്റിവെക്കുക. ഏതായിരിക്കും നമ്മുടെ ട്രസ്റ്റ് വാലറ്റ്, വിശ്വസ്തമായിരിക്കുന്ന നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് അതുപോലത്തെ ഇതിലേക്ക് മാറ്റിവെക്കുക. എനിക്ക് തോന്നുന്നു റെക്കമെൻഡ് ചെയ്യുന്നത് ട്രസ്റ്റ് വാലറ്റാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാം സെയിമാണ്. നമുക്ക് മെറ്റാമാസ്ക് എന്ന് പറയുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ ട്രസ്റ്റ് വാലറ്റാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ചെയ്യാത്തവർ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ക്രിപ്റ്റോ അസറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് പറയാമെന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. നമ്മുടെ കോയിൻ പാർക്ക്, അതുപോലെ തന്നെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. ഞാനിവിടെ പറയാൻ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ കോയിൻ പാർക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. കോയിൻ പാർക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാനത് ഡീറ്റെയിൽസ് ഇട്ട് പറയുന്നത്. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോയെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ കോയിൻ പാർക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ സുഹൃത്തുക്കളെ, കോയിൻ പാർക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഒരുപാട് വിദേശ എക്സ്ചേഞ്ചുകളൊക്കെ നമുക്ക് ബാനായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ എക്സ്ചേഞ്ചുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമുക്ക് A to Z കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് USDT ആയാലും BNB ആയാലും അതുപോലെ തന്നെ എല്ലാ ക്രിപ്റ്റോ അസറ്റുകളും നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. എല്ലാം പറ്റുന്ന ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ സംഭവമാണ് കോയിൻ പാർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹോം പേജാണ്. ഹോം പേജിലോട്ട് പോവാം. നമുക്കിവിടെ കാണാം, ഇവിടെ ലാബ്സ്, ലോഞ്ച് പാഡ്, ഓർഡേഴ്സ്, മിസ്റ്ററി ബോക്സ്, ഏണിംഗ്, ട്രേഡ് കോൺടെസ്റ്റ്, കമ്പൈൻ, മോർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാബ്സ്, നമുക്കിവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞത് എൻ്റെ ഓർഡറുകളാണ് ഇവിടെ കൊടുത്തില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഓർഡറുകളാണ്, അതായത് ഞാനിവിടെ ചെയ്ത ഓർഡറുകളാണ്. ഞാൻ ഇതിൽ കോയിൻ പാർക്ക് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ഞാൻ ചെയ്ത ഓർഡറുകൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യുന്നത്, അവിടെ ട്രേഡ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മിസ്റ്ററി ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കൊന്ന് ഇത് ഡെപ്പോസിറ്റ് $10, ഡെപ്പോസിറ്റ് മിനിമം $10 ഗെറ്റ് 1 മിസ്റ്ററി ബോക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് $10 നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും 129 ദിവസം കഴിഞ്ഞാലാണ് ഇത് ഓപ്പൺ ആവാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പോൾ നോക്കാം. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ടുള്ള വീഡിയോ ഇടാം. ഇവിടെ നമുക്ക് ഹോം പേജിൽ കാണാം. പിന്നെ ഏണിങ്സ് ഉണ്ട്. ഏണിങ്സ് നമുക്ക് ഏത് കോയിനായാലും നമുക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ കോയിൻ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് APL, അതായത് നമുക്ക് 3% മുതൽ 10% വരെ നമുക്ക് പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വീഡിയോസ് തരാം. ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമുക്കിതാണ് ഹോം പേജ്. പിന്നെ മാർക്കറ്റ് പേജാണ്. മാർക്കറ്റ് പേജ് ഒന്നുമില്ല, ഇവിടെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. നമുക്കിവിടെ A to Z കാര്യങ്ങൾ INR, USDT, BTC ഇതൊക്കെ നമുക്ക് ഇതിൽ ലഭ്യമാണ്. INR ലഭ്യമാണ്. നമുക്ക് INR ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ അസറ്റുകൾ INR ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ ഈ കോയിൻ പാർക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് A to Z കോയിനുകൾ നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഏതിലായാലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് വാലറ്റിലോട്ട് പോകാം. വാലറ്റിൽ ഇപ്പോൾ എൻ്റെ വാലറ്റിലുള്ളത് ഇവിടെ സ്പോട്ട് വാലറ്റ് നോക്കാം. ഇവിടെ 190 രൂപയാണ് കാണിക്കുന്നത്. അത് 32 രൂപ നമ്മുടെ ഷിബൈനുൻ്റെ ആയിരിക്കും. 32.17. അതായത് എനിക്ക് ഒരാളെ റെഫർ ചെയ്തതിന് എനിക്ക് ഇവിടെ 1 lakh ഷിബൈൻ ലഭിച്ചിട്ടുണ്ട്. ആ 1 lakh ഷിബൈനിൻ്റെ ഇപ്പോഴത്തെ റേറ്റാണ് 32. ഭാവിയിൽ അത് ഒരുപാടാകാം. പിന്നെ ഇവിടെ വരുന്നത് പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞു ബോസ്റ്റിക് കോയിൻ നമ്മുടെ
ഡബിൾ ടച്ച് എന്ന് പറയുന്ന ബിസിനസ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഡബിൾ ടച്ചിലത്തെ പ്രോഫിറ്റൊക്കെ ഞാൻ ഇവിടെ INR ആയിട്ട് എൻ്റെ ബാങ്കിലേക്ക് എത്തുന്നത് ഞാനിവിടെ കോയിൻ പാർക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വിശ്വസിച്ച് ഞാൻ പറയുകയാണ്, ഇത് കോയിൻ പാർക്ക് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡബിൾ ടച്ചിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഞാനിവിടെ ബാക്കിയുള്ള ബാലൻസാണ് ഇവിടെ ബാക്കിയുള്ളത് 90 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ബോസ്റ്റി കോയിൻ ഇവിടെ INR ആക്കി മാറ്റിയതിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ളതാണ്. അതും എനിക്ക് വിഡ്രോ ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞാൽ INR നമുക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് നോക്കാം. INR വിഡ്രോ ചെയ്യേണ്ടത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഡിപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യണം, എവിടത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ അവൈലബിൾ 90.49 ഓർഡർ, ഇത് ക്രിപ്റ്റോ അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാം. വിഡ്രോ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഇവിടെ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോഡ് വരും, സെൻഡ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഡ് വരും. അത് ഇമെയിൽ ID ഇവിടെ കോഡ് അടിച്ച് കൊടുക്കുക, വിഡ്രോ എമൗണ്ട് അടിച്ച് കൊടുക്കുക. നമുക്ക് 24 ഹവേഴ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ INR ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. 24 ഹവേഴ്സ് എന്നാണ് ഇവിടെ കമ്പനി പറയുന്നത്. എനിക്കൊരു 10 മണിക്കൂറിനുള്ളിൽ 8 മണിക്കൂറിലാകുമ്പോഴേക്കും എനിക്ക് എൻ്റെ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഞാൻ 82 രൂപയ്ക്ക് നമ്മുടെ ബോസ്റ്റി കോയിൻ INRലേക്ക് വിട്ടതാണ്. ഇവിടെ നമുക്ക് ഓർഡേഴ്സ് കാണാം. അതുപോലെ തന്നെ നമുക്ക് വാലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വാലറ്റിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് പറഞ്ഞതാണ്. കാരണം നല്ലൊരു എക്സ്ചേഞ്ച് ആണ് നമ്മുടെ കോയിൻ പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഏത് കോയിനും ഏൺ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. 30 days പ്രോഫിറ്റ് വെച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഏത് അസറ്റും മാർക്കറ്റിലോട്ട് പോയി നോക്കാം. മാർക്കറ്റ് നേരത്തെ കാണിച്ചതെന്നാണ്. ഇവിടെ ഞാൻ A to Z കാണിച്ചതാണ്. മിസ്റ്ററി ബോക്സ്, ഓർഡേഴ്സ്, ലോഞ്ച് പാഡ്, ഇതൊക്കെ ഞാൻ കാണിച്ചതെന്നാണ്. A to Z കാണിച്ചതെന്നാണ്. നല്ലൊരു എക്സ്ചേഞ്ച് ആണ്, വളരെ നല്ലൊരു എക്സ്ചേഞ്ച് ആണ്. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട്, ഫോൺ വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ KYC വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ആധാർ കാർഡ്, പാൻ കാർഡും വെച്ചിട്ട് ഫോൺ നമ്പറൊക്കെ ലിങ്ക് ആയിരിക്കണം. തീർച്ചയായിട്ടും ഫോൺ നമ്പർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് കണക്ട് ആയിരിക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിത് 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് നമ്മുടെ ഇവിടെ ട്രേഡ് ചെയ്യാൻ പോലും പറ്റുകയുള്ളൂ. നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് എത്തിക്കണമെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ലിങ്ക് ആയിരിക്കണം. ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. പിന്നെ ബാക്കിയെല്ലാം സാധാരണ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ഇതിൽ ഫീസ് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഫീസ് എന്ന് പറയുന്ന ഓരോ കോയിൻ വിഡ്രോ ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള ഫീസാണ്. ഇവിടെ വിഡ്രോ അസറ്റ്സ്, വിഡ്രോവൽ, മിനിമം വിഡ്രോവൽ എമൗണ്ട്, മാക്സിമം വിഡ്രോവൽ എമൗണ്ട് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ഞാൻ പറഞ്ഞത്. ഇവിടെ A to Z കോയിനുകൾ നമുക്കിവിടെ അതിൻ്റെ വിഡ്രോ ഫീസ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ ഉള്ളത് USDT നമുക്കൊന്ന് നോക്കാം. USDT ഇവിടെ 5 ആണെന്ന് തോന്നുന്നു, 5 ആയിരിക്കും, $5 യെസ് കറക്റ്റ്. USDT BB20 $5 ഇവിടെ വിഡ്രോവലിന് ഫീസായിട്ട് കൊടുക്കേണ്ടത്. TRC20 ആണെങ്കിൽ $6. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുഴപ്പമില്ല, ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ്. പിന്നെ ഇവിടെ റിവാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചാൽ നേരത്തെ പറഞ്ഞു ഞാൻ, ട്രേഡ് റിവാർഡ്സും മറ്റൊക്കെയാണ്. ഇതിവിടെ എനിക്ക് കിട്ടിയ റിവാർഡ്സും എനിക്ക് നമ്മുടെ റഫറിലൂടെ കിട്ടിയാണ്. റഫറിലൂടെ 1,00,000 ഷിപ്പ് ഇനുവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ സപ്പോർട്ട് 24 hours സപ്പോർട്ടാണ്, പെർഫെക്റ്റ് സപ്പോർട്ടിംഗ് ആണ്. നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. 2 factor authentication നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്ത് വെക്കാം. പിന്നെ വരുന്നത് റെഫർ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ റെഫർ ലിങ്ക് കിട്ടും നമുക്ക്. ഇതാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് 1 lakh ഷിബൈനു ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ്. നമ്മളിത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ കോഡ് ചെയ്ത് കോപ്പി എടുത്തിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1,00,000 ഷിബൈനു കോയിൻ നമുക്ക് ലഭ്യമാകും. ഒരു കോയിനെയും നമ്മൾ വില കുറച്ച് കാണരുത്. കാരണം ഭാവിയിൽ ഇത് ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ ഒക്കെ കഴിയുമ്പോൾ, പണ്ട് ബിറ്റ് കോയിൻ എടുത്ത് വെച്ചവർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ബിറ്റ് കോയിൻ എടുത്ത് വെച്ചവർ കളിയാക്കിയവരാണ്. ഇന്ന് കോടീശ്വരന്മാരാണ് ബിറ്റ് കോയിൻ എന്ന് വാങ്ങി വെച്ചവർ. അത് ഓർമ്മയിലിരിക്കുക. കാരണം ഒരു കോയിനെയും നമ്മൾ പുച്ഛിച്ച് തള്ളരുത്. ഇന്ന് നിലവിലുള്ള കോയിനുകളൊക്കെ ഭാവിയിൽ വലിയൊരു സമ്പത്തായിട്ട് നമുക്ക് മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് ആരും ഇതിനെ വളരെ
കോമിക്കലായിട്ടൊന്നും കാണരുത്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ കോയിൻ പാർക്ക് എക്സ്ചേഞ്ച് പറഞ്ഞ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയിട്ട് നിങ്ങൾ കോയിൻ പാർക്ക് എക്സ്ചേഞ്ച് പറഞ്ഞ സംഭവം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു.